കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ടേ. ഇതെന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ തോന്നി തോരൻ ഉണ്ടാക്കാമെന്ന്. എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയാൽ അത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുമല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റി നോക്കാമെന്ന് കരുതി ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അങ്ങനെ പച്ചക്കായ മുഴുവൻ ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കറയുണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ കറ കളയാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പച്ചക്കായ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തിരുമ്പി എടുക്കുന്നുണ്ടേ. പിന്നെ പച്ചക്കായയുടെ കറകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പച്ചമുളക് കീറിയിട്ടതും അതിൻ്റെ കൂടെ ഒരു പകുതി സവാളയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കായകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായ്ക്ക് മഞ്ഞളൊക്കെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് മഞ്ഞ കളർ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കായ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം തന്നെ വേവിച്ചെടുക്കുക. ആ സമയത്ത് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പച്ചക്കായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് എടുക്കുകയാണ്. തേങ്ങ ചേർത്തില്ലേ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കായ തോരൻ ഉണ്ടാക്കി നോക്കൂ. വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമ്മളിത് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു.